സൗവർണിക, ഇപ്പോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന കോൺഗ്രസ് വളരെ ഐക്യത്തോടെ നേരിടും എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇതായിരുന്നു. അതായത് എന്തായാലും UDF-ന് ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതിന്റെ ഒരു മുൻകരുതലോടെയായിരുന്നു സമീപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ അലട്ടുന്നു, UDF-നെ അലട്ടുന്നതായിട്ടും അതിൽ മെയിനായിട്ട് കോൺഗ്രസിന്റെ മത്സരിക്കുന്നവർ ആരൊക്കെ എന്ന രീതിയിൽ. കാരണം കെ സുധാകരൻ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു അനിഷേധ്യ നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഗർജിക്കുന്ന സിംഹം എന്ന് തന്നെയാണ് പലരും വിശേഷിപ്പിക്കുന്നത് തന്നെ. അതായത് എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു കെ സുധാകരൻ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എന്നാൽ സുധാകരനാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ് CPM ഊറ്റം കൊള്ളുമ്പോൾ കോൺഗ്രസിന് പറയാൻ പറ്റുന്ന ഒരേ ഒരു പേര് KS എന്ന് തന്നെയാണ്. ഇപ്പോ അദ്ദേഹം മത്സരിക്കും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും ചേച്ചി, കെ സുധാകരൻ സീറ്റ് ചോദിച്ചാൽ കൊടുക്കണം എന്ന് ഒരു അഭിപ്രായം, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഞാൻ പറയാം, കണ്ണൂർ എന്ന് പറഞ്ഞാൽ കെ സുധാകരനാണ്. അപ്പോൾ സുധാകരനെ പോലെ ഒരാൾ, ഒരു നേതാവ് ചോദിച്ചാൽ സീറ്റ് കൊടുക്കാതിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കോൺഗ്രസിലില്ല. അതുകൊണ്ട് സുധാകരൻ സീറ്റ് ചോദിച്ചാൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാര്യം സുധാകരനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സുധാകരനോട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ പറയുന്ന KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായി. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, അത് കാലാവധി ഒന്നും കഴിഞ്ഞ് അങ്ങനൊന്നും അല്ല, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ഇന്റൻഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, അത് സംഘടനയുടെ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന വാക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡൽഹിക്ക് പോകാൻ കഴിയില്ല, അങ്ങോട്ട് അവിടുത്തെ തണുപ്പ് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. അല്ലേ ചേച്ചി, അതിനകത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിലവിലെ പല MP-മാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടെ ഒക്കെ മനസ്സിൽ ലോക്സഭയിൽ മത്സരിക്കണ്ട, നിയമസഭയിൽ മത്സരിച്ച് എന്തായാലും അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ മന്ത്രിമാരാകേണ്ടവരാണ് എന്ന ചിന്താഗതിക്കാരായിരുന്നു പലരും. ഷാഫി പറമ്പിലാണെങ്കിലും മറിച്ച് MLA ആയിരുന്ന ഷാഫിയെ രാജിവെപ്പിച്ച് മത്സരിപ്പിച്ചത് ഷാഫിയുടെ വിഷയത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാവരും രണ്ട് മനസ്സുമായി മത്സരിച്ചവരാണ്. അതിപ്പോ കെ സുധാകരൻ മാത്രമല്ല, അടൂർ പ്രകാശിനെ എടുത്താലായിക്കോട്ടെ, TN പ്രതാപൻ തൃശ്ശൂർ സീറ്റ് വേണ്ടാന്ന് പറയുന്നത് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണല്ലോ. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്, നമുക്കറിയാം എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ മറ്റൊന്ന് പറഞ്ഞ് ടാലിയാക്കുന്ന ഒരു രീതി. കേസ് അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആവശ്യം ഉന്നയിച്ചതല്ല, അദ്ദേഹത്തിനോട് കോൺഗ്രസ് കൊടുത്ത വാക്കാണ് അദ്ദേഹം ചോദിച്ചത്, അല്ലേ? അപ്പൊ അതിൽ അദ്ദേഹത്തെ തെറ്റു പറയാൻ കഴിയുമോ? ചേച്ചി, തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ മറ്റൊരു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഐക്യം അതൊന്ന് മാത്രമാണ്. UDF ഒറ്റക്കെട്ട്, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ട് മാത്രമാണ് അത്രയും ഒരു ഹൈപ്പ് ഉണ്ടായത്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്, UDF-ന് ഈ ഒരു നേട്ടം സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അതെപ്പോഴും ഇടത് ചായ്വായിരുന്നു. അവിടെ നിന്നാണ് UDF ആ ഒരു നേട്ടം കൊയ്തത്. അപ്പൊ ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് അത് പാർട്ടിക്കുള്ളിൽ തന്നെ സ്വകാര്യമായി പറഞ്ഞായിരുന്നു. എന്താണ്, ഒരാളും ഒരു വ്യക്തിയും, അതിപ്പോ പ്രതിപക്ഷ നേതാവാകട്ടെ MLA-മാരാകട്ടെ, ആരും തന്നെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതൊരു പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് അറിയാത്ത ആളായിരുന്നില്ലല്ലോ സുധാകരൻ. ഞാൻ പറയുന്നു, സുധാകരൻ എന്ന് പറയുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരാളാണ്. സുധാകരൻ സീറ്റ് ചോദിച്ചാൽ കോൺഗ്രസുകാർ കൊടുക്കണം. ഇതൊക്കെ പറയുമ്പോഴും സുധാകരൻ എടുത്ത നിലപാടിൽ ചെറിയ പ്രശ്നമുണ്ട്. നമുക്കറിയാം സുധാകരൻ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. പക്ഷെ പാർട്ടിയെ, കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡൂ ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി പോകുമ്പോൾ പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു നിലപാട് സുധാകരൻ എടുക്കാൻ പാടില്ലായിരുന്നു. സ്വന്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പാടില്ലായിരുന്നു. സുധാകരന് അത്തരം ഒരു അനിഷ്ടം അത് എപ്പോഴാണ് പ്രകടിപ്പിക്കേണ്ടത്? പാർട്ടിയുമായി സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ നടക്കില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അത് ചെയ്യേണ്ടത്. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്, ഇപ്പൊ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് സഹായം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം
അദ്ദേഹം ഒരുപാട് കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. അദ്ദേഹം അതൊന്ന് റീൽസ് ആക്കിയിട്ട് ഒരു PR വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു റീൽസുകളിലൂടെ അദ്ദേഹത്തിന്റെ നയം എങ്ങനെയെങ്കിലും തന്ത്രപരമായി നടപ്പിലാക്കണമെന്ന ഉദ്ദേശമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഞാൻ പറഞ്ഞു എല്ലാം വെട്ടി തുറന്ന് പറയുന്ന മനുഷ്യനാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് സുധാകരനും അറിയാം പാർട്ടി ഏത് അവസ്ഥയിലാണെന്ന്. 10 വർഷമായി പ്രതിപക്ഷത്താണ്. ഇനി ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ കൂടി പരാജയപ്പെട്ടാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന്. അതെല്ലാം മനസ്സിലാക്കി വേണമായിരുന്നു സുധാകരൻ നിൽക്കാൻ. ഇനി ഞാൻ മറിച്ചൊന്ന് ചോദിക്കട്ടെ, സുധാകരന് സീറ്റ് കൊടുക്കുന്നില്ല, ഒരു സാധ്യത ഞാൻ പറയാം, സുധാകരന് സീറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയോട് സുധാകരൻ ആവശ്യപ്പെടുമ്പോൾ, സുധാകരൻ ഇത്രയും വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാതെ ആവശ്യപ്പെടുമ്പോൾ സുധാകരനോട് പാർട്ടിക്ക് വേണമെങ്കിൽ പറയാം, സുധാകരൻ നിലവിൽ മത്സരിക്കണ്ട, അധികാരത്തിൽ വരട്ടെ, മന്ത്രിയാകുക എന്നതാണല്ലോ ലക്ഷ്യം. മന്ത്രി 6 മാസത്തിനകം ജയിച്ചാൽ മതിയല്ലോ, മറ്റൊരു സ്ഥലത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിപ്പിച്ചാൽ മതിയല്ലോ, നിന്നാൽ മതിയല്ലോ. ആ ഒരു രീതിയിൽ പോലും ഒരു സംസാരം ഉണ്ടായി ഒതുക്കാവുന്ന ഒരു വിഷയത്തെയാണ് സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രവർത്തകർക്ക്, ചേച്ചി പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, സാധാരണക്കാരായ പ്രവർത്തകർ, ഞങ്ങളൊക്കെ പാർട്ടിയുടെ കൊടി പിടിക്കുന്നവർ, ചേച്ചി കണ്ടോന്ന് എനിക്കറിയില്ല, ഞങ്ങളൊക്കെ പാർട്ടിയുടെ കൊടി പിടിക്കുന്നവരാണ്, ഞങ്ങൾക്ക് എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് മാത്രമേ ഉള്ളൂ, അതിൽ ഞങ്ങൾക്ക് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തികളില്ല, ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഈ സാധാരണ ഈ പുറത്തു നിന്നുള്ള കാഴ്ചക്കാരാണ്. അപ്പോ ഈ പാർട്ടിക്കുള്ളിൽ ഉള്ള ഉള്ളുകളികൾ വേറെ ആർക്കും പുറത്തുള്ളവർക്ക് അറിയില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് ആ ഒരു ഇമോഷണലി അദ്ദേഹം അത് പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും, ഒതുക്കാനുള്ള തീരുമാനം. ഇപ്പൊ ഇതുമായി താരതമ്യം 2 സുധാകരന്മാരാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ G. സുധാകരന്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതിലല്ല അദ്ദേഹത്തിന് കാര്യം. കാരണം ഈ പാർട്ടി കൈയടക്കി വെച്ചിരിക്കുന്ന പിണറായിസം, മരുമോനിസം, ഇങ്ങനെ കുറെ ഫാക്ടുകളുണ്ട്. അതിനെതിരെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അല്ലാതെ അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ K. സുധാകരന് തോന്നിയത് അദ്ദേഹത്തെ അന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിന് എന്തായിരുന്നു കാരണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല. അപ്പോ കൃത്യമായ ഒരു കാരണം കൂടാതെ, അത് എന്തെങ്കിലും അത് ഇന്റേണൽ ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ കൊടുത്തൊരു വാക്കാണ്. അപ്പൊ അത് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി മനഃപൂർവ്വം കൂട്ടിയ, അതായത് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ കുറെ ധീരരായ കുറെ നേതാക്കന്മാരുണ്ട്. ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു ഫാക്ട് ഉണ്ടല്ലോ, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പുതിയ ഒരു KPCC സംഘടനയെ അവർ രൂപീകരിക്കുകയാണ് ചെയ്തത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് KPCC നടത്തിയ ഒരു വലിയ മാറ്റമാണ്. സുധാകരൻ ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടെന്നല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പല പരിപാടികളിലും സുധാകരന് സജീവമാകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നമ്മൾ ആ സാഹചര്യം കൂടി മനസ്സിലാക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. സുധാകരൻ പറയുന്നുണ്ട്, സുധാകരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തി വൈരാഗ്യമല്ല, സുധാകരൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്, പാർട്ടി കാരണം ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സുധാകരൻ ഉണ്ടായിരുന്നു. കാര്യം സുധാകരന്റെ മുതിർന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസ്സുകാരും KSUകാരും ഒക്കെ സുധാകരനെ കണ്ട് സുധാകരന്റെ പിന്നാലെ പോകുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ നേതാവ് KS ആണ്, ഞങ്ങൾ പല പരിപാടികളിലും പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സുധാകരനെ കാണാൻ വേണ്ടി മാത്രം വന്നവരാണ് എന്ന് പറഞ്ഞ് എന്ത് പ്രശ്നം വന്നാലും മറുതലയ്ക്കൽ സുധാകരൻ ഉണ്ടാകും. മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ സുധാകരൻ മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല എന്നും, സുധാകരൻ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും എന്ന് പറയുന്ന പ്രവർത്തകരുണ്ട്. ഇതിനപ്പുറം ഒരടി ഇങ്ങോട്ട് കിട്ടിയാൽ 10 അടി നിങ്ങൾ കൊടുക്കും, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന കോൺഗ്രസ് രീതിക്ക് അപ്പുറത്തേക്ക്, ഞാൻ അങ്ങനെ പറഞ്ഞു, കോൺഗ്രസ്സുകാരും അടിക്ക് തിരിച്ചടി എന്ന് പറയുന്ന ഒരു നിലപാടില്ല. ധൈര്യമായി നിനക്ക് ഞാനുണ്ട് എന്ന് പറയാൻ, അതായത് കൂടെ നിൽക്കുന്ന യുവജനങ്ങളോട് ധൈര്യമായിരിക്കും ഞാനുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ നേതാവേ ഉള്ളൂ, അത് K. സുധാകരൻ. പക്ഷെ ഇത്രയും മുതിർന്ന നേതാവാണ്. ഇതെല്ലാം ആവുമ്പോഴും K. സുധാകരൻ ഒരു തെറ്റ് ചെയ്തു. പാർട്ടി ഏത് അവസ്ഥയിലാണെന്ന് സുധാകരൻ അറിയാം. ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ സുധാകരൻ ശ്രമിക്കരുതായിരുന്നു. എന്താണെങ്കിലും അത് പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കാമായിരുന്നു. സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിലൂടെ ആദ്യം ചർച്ചയ്ക്ക് വഴിവെച്ചത് ഇതേ സുധാകരനല്ലേ. ഞാൻ പറഞ്ഞ ചേച്ചി, ഇത് മറ്റൊരു അഭിപ്രായമാണ്. ഈ പ്രായമായ നേതാക്കൾ അവർ സ്വയമേ മാറിക്കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ്, യുവാക്കൾ വരട്ടെ, അല്ലെങ്കിൽ എല്ലാവരെയും മുൻനിർത്തി, അല്ലെങ്കിൽ സ്ത്രീകൾ, യുവാക്കൾ, പ്രായമുള്ള എല്ലാവരെയും നിർത്തിക്കൊണ്ട് ഒരു അതിപ്പോ ഏതിലായാലും ജനാധിപത്യ രീതിയിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഈ പ്രായമുള്ളവർ തന്നെ മന്ത്രിമാരും MLA മാരും ആകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. രമേശ് ചെന്നിത്തല 26ാമത്തെ വയസ്സിലാണ് മന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യുവാക്കൾക്ക് കഴിയാത്ത കാര്യമൊന്നും അല്ല മന്ത്രിയാവുക എന്നുള്ളത്. ഇതൊന്നും ആർക്കും പറ്റാത്ത കാര്യമൊന്നുമല്ല. എന്തായാലും
ഈ തിങ്കളാഴ്ച അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇതിന്റെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും.